പോയിട്ട് വരാം. അമ്മ തന്നെ കണി ഒരു ഉണ്ട പോലെ ഇങ്ങനെ വരാം. സർപ്രൈസ് 2 ദിവസം അടിപൊളി. ഇതടി കരയുന്ന കണ്ണിപ്പൊടി വീണ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ കച്ചേരിയ പിള്ളൈ ഇത് ആരുടെ വണ്ടിയാ? അച്ഛന്റെ അമ്മ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റു. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ശീലം തുടങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റുമോയെന്ന് അറിഞ്ഞൂടാ, കാലിൽ സോക്സ് ഇട്ട് കിടന്നുറങ്ങുക എന്നുള്ളത് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാല് നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലും കൈയൊന്നും വലിയ ഓക്കെ അതൊക്കെ എന്ത് എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ കുറച്ച് ഓരോരുത്തരുടെ ഒക്കെ കാണുമ്പോൾ ഓക്കെ ഇതൊക്കെ കുറച്ച് ഭംഗിയായിട്ട് വെക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 5 മണിക്കാണ് നിർമ്മാല്യം അല്ലേ? അപ്പം അതിന് പോകണം. അപ്പം ഞാൻ വിചാരിച്ചു 4 മണിക്ക് അലാറം വെച്ച് കുളിച്ച് പോവാന്ന്. അപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പുക്കുട്ടനാണെങ്കിൽ അപ്പുറത്താണ്, സീച്ചേട്ടനോട്. അപ്പുക്കുട്ടൻ ഇപ്പം അപ്പുറത്തെ റൂമിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. തുടക്കമായതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടേക്കാണ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അപ്പുക്കുട്ടനെ പോയി നോക്കാം, എന്നിട്ട് പെട്ടെന്ന് കുളിക്കാം, അല്ലേക്കാം, റെഡിയാവാം. നല്ല രാത്രി ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ, ഫുൾ ക്ലീനിങ് ആയിരുന്നു. ഞാൻ ഉറങ്ങാനൊക്കെ ഒരുപാട് താമസിച്ചു. വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. വലയടിയും തൊടയും ഒക്കെയായിരുന്നു. ഉറക്കം ശരിയാവാത്തോണ്ട് കടനൂറ്റുമൊക്കെ നല്ലപോലെ കറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പുക്കുട്ടൻ സമയം 4 മണി അല്ല 4:05 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുക്കുട്ടൻ ഉറങ്ങാട്ടോ. ഞാനാണെങ്കിൽ തലയാണ സൈഡിലെല്ലാം വച്ചിട്ടുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം എന്തായാലും തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ബെഡിന് ഇച്ചിരി ഉയരക്കൂടുതലുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ പാടാം. അതുകൊണ്ട് അവൻ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും ഇങ്ങനെ തലയാണ വച്ചിട്ടുണ്ട്. കിടന്നുറങ്ങട്ടെ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഫുള്ള് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഫുൾ ക്ലീനിങ്, വലയടിയും തൊടയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. ഫാൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പൊടിയായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ആദ്യം ഇന്ന് കുളിക്കാൻ പോകണം. അപ്പോൾ അതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ കെട്ടി അങ്ങ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് കുളിക്കാൻ വേണ്ടി അങ്ങ് കയറാം. എൻ്റെ ഈ പല്ല് തേക്കുമ്പോൾ ബ്രഷ് ഇട്ട് ഉരയ്ക്കുന്ന ഉരപ്പുണ്ടോ? ഇതിങ്ങനെ ഞാൻ പ്രഷർ കൊടുത്താട്ടോ ഉരയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യരുതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കറിയത്തില്ല. പല്ല് തേക്കാൻ നേരത്തെ എൻ്റെ കൈ അങ്ങ് ഭയങ്കര ശക്തിയാവും. അങ്ങനെ ഉരയ്ക്കുന്നതിൻ്റെ പരിമിത ഫലമായിട്ട് എൻ്റെ പല്ല് തേക്കുന്ന ബ്രഷൊന്നും 2 ആഴ്ചയ്ക്ക് കൂടുതൽ നേരെ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സോഫ്റ്റ് ബ്രഷോ അല്ലെങ്കിൽ മീഡിയം ബ്രഷേ വാങ്ങാറുള്ളൂ കേട്ടോ. മറ്റേ കട്ടിയുള്ള ബ്രഷ് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ എൻ്റെ പല്ലിൽ മൊത്തം പാടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇനാമലെല്ലാം കൂടെ ഉരച്ച് തീർത്ത് കളയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങാറില്ല കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഇനി നേരെ കുളിക്കാൻ വേണ്ടി നമുക്കങ്ങ് കയറാം.
നമ്മുടെ വീട്ടിലുണ്ടല്ലോ മുകളിലാണ് ഹീറ്റർ ഉള്ളത്, താഴത്തെ ബാത്റൂമിലൊന്നും ഹീറ്റർ ഇല്ല. പിന്നെ എനിക്ക് വെള്ളം തിളപ്പിച്ച് കുളിക്കാനുള്ള മടി കൊണ്ട് ഞാൻ ആ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുളിച്ചത്. നല്ല തണുപ്പുണ്ടായിരുന്നു. കുളിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പക്ഷേ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, കുറച്ച് മോയ്സ്ചർ തേക്കും, പിന്നെ കുറച്ച് സൺസ്ക്രീൻ തേക്കും, അത്ര മാത്രമേ ഉള്ളൂ. സൺസ്ക്രീൻ തേക്കേണ്ടെന്ന് ആദ്യം വിചാരിച്ചതാണ്, പക്ഷേ 7:30 ആവും കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് അത് രണ്ടും തേച്ചു. എന്നിട്ട് പുരുകമൊക്കെ ഒന്ന് എഴുതി, പൊട്ടൊക്കെ തൊട്ടു. നമ്മൾ പെണ്ണുങ്ങൾ എത്ര ഒരുങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാലും ക്ലോക്കിലെ സമയം പോകുന്നതനുസരിച്ച് നിങ്ങൾ ഈ ക്ലോക്ക് നോക്കിക്കോണം കേട്ടോ. ഞാൻ ആ ഒരുങ്ങുന്ന ടൈം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സമയം പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ പെട്ടെന്നല്ല, ഞാൻ വളരെ പതുക്കെയാണ് റെഡിയാവുന്നത്. കാരണം 5 മണിയാകുമ്പോഴത്തേനും അവിടെ ചെന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ പതുക്കെ ആങ്ങി തൂങ്ങി നിന്ന് തന്നെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാട്ടോ, സമയമായിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിലോട്ട് ചെന്നിട്ട് കാണാം. നേരെ ഇരുട്ടാണ്. ഇന്നലെ രാത്രി ഞാൻ പെരക്കകം ഫുള്ള് ക്ലീൻ ചെയ്യാൻ നേരത്ത് എനിക്ക് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചത് സീച്ചേട്ടനാട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പുക്കുട്ടനെ ശ്രദ്ധിച്ചോണേന്ന് പറഞ്ഞ് അടുത്ത് ഫോണും എടുത്ത് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഡോറ് ഞാൻ പുറത്തുനിന്ന് അങ്ങ് പൂട്ടുകയാണ്, കാരണം ആരും ഇനി പുറത്തിറങ്ങുന്നില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേന് പൈപ്പിൽ വെള്ളം വരുന്നോന്ന് നോക്കിക്കോണം. കാരണം ഇവിടെ എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു വെള്ളം വരുമ്പോഴാണ് നമ്മൾ ചെടിക്കെല്ലാം അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാരണം നല്ല കിടു ഫ്ലോ ആയിരിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് ചെടിക്ക് വെള്ളമെല്ലാം അങ്ങ് ഒഴിച്ച് തീർക്കാൻ പറ്റും. പിന്നെ ഒരു 4 മണി തൊട്ട് നമ്മുടെ റോഡ് നിറച്ച് നടക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊച്ചു പിള്ളേരും വയസ്സായവരും സൈക്കിൾ ചവിട്ടുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലോട്ട്. അങ്ങനെ നമ്മളൊരു 5-10 മിനിറ്റ് കൊണ്ട് അമ്പലത്തിലെത്തി. അങ്ങനെ നിർമ്മാല്യമൊക്കെ കണ്ട് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേനും നമുക്കവിടെ പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ഈ ഒരു പായസത്തിന്. ഞാനങ്ങനെ എല്ലാ പായസങ്ങളും കുടിക്കാറില്ല. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കറുത്ത പായസം ഇല്ലേ, അത് ഭയങ്കര ടേസ്റ്റ്. ആ ഒരു പായസമായിരുന്നു കേട്ടോ ഇത്. അവിടെ നിന്നത് മൊത്തം കഴിച്ചു. നമുക്കിങ്ങനെ ഇറങ്ങി വരുന്തോറും അവിടെ ഒരു സ്പൂണിൽ ഇങ്ങനെ പായസം തരിക കേട്ടോ ചെയ്യുന്നത്. രണ്ടാമത് പോയി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് നമുക്കിന്ന് പൂജയുണ്ടല്ലോ, ആ പൂജയുടെ പ്രസാദമായിട്ട് കിട്ടുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി 7:30 വന്ന് പ്രസാദം വാങ്ങണം. അത് അച്ഛൻ വന്ന് വാങ്ങും. അപ്പം നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. 6 കഴിഞ്ഞു കേട്ടോ. എവിടെയോ വായിച്ചിട്ടുണ്ട് ചന്ദനം അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ടേ ഇടാവൂന്ന്. അതുകൊണ്ടാണ് പുറത്തിറങ്ങിയിട്ടിട്ടത്. പിന്നെ അമ്പലത്തിന് ചുറ്റും ഒരു തവണ വലമൊക്കെ വച്ചിട്ട് നമ്മൾ ഗേറ്റിന് പുറത്തിറങ്ങി. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തൊക്കെ തൊഴുത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം, ഒരു അടിപൊളി ഫീലിംഗ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാനിന്ന് വീട്ടിൽ ചോറ് വെച്ചിട്ടില്ല. അപ്പം അമ്മയുടെ അടുത്തുനിന്ന് ചോറും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം അപ്പുക്കുട്ടൻ്റെ സ്കൂളിൽ പോകണമല്ലോ. അതുകൊണ്ട് അമ്മയോട് അടുത്തുനിന്ന് ചോറ് വാങ്ങിച്ച് സ്കൂളിലോട്ട് അവനെ വിടാന്ന് വിചാരിച്ചു. നമുക്ക് തിരിച്ചു വരുമ്പോ വീട്ടിൽ കയറാം. ഞാൻ പോയിട്ട് വന്നു. അച്ഛൻ ഇനി പോത്തല്ലേ ഉള്ളൂ. 5 മണിക്ക് അമ്മയെ നോക്കൂ, കണി കാണാം. ഇന്ന് അമ്മ ഞാൻ കണി കാണിച്ച്. ദൈവമേ നല്ല ദിവസമായിരിക്കണേ. ആളുണ്ട്. ഒത്തിരി അങ്ങ് തിരക്കില്ല, എന്നാലും ആളുണ്ട്. അമ്മ അഭിനയിക്കുന്നു ഗൈസ്. അമ്മ ഇങ്ങോട്ട് നോക്ക്. ഇന്ന് അമ്മയ്ക്ക് എന്താണ് സർപ്രൈസ് എന്നറിയാവോ? കണ്ണുറക്ക്. കണ്ണുറന്നോ? തുറക്ക്. സർപ്രൈസ് കാണിക്കട്ടെ. ഞാൻ തന്നെ കണിയുണ്ടോ? അമ്മയ്ക്ക് കണി കൊണ്ട് വന്നുവാ. അപ്പുക്കുട്ടന്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണ്ടേന്ന് അമ്മ ചോദിക്കുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞൊരു 10 മിനിറ്റും കൂടി ഇരിക്ക്,
തിളപ്പിച്ച് തരാമെന്ന്. അങ്ങനെ ചേച്ചി ഇതാ ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടി പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു ചാടി അങ്ങോട്ട് എണീക്കാൻ പറഞ്ഞു. അമ്മയെ ഞാൻ കുത്തി കുത്തി എണീപ്പിക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഇന്ന് അമ്മയല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇന്ന് ഹോമിയോ ഡോക്ടർ ഉണ്ടോ. അപ്പോൾ ഹോമിയോ ഡോക്ടറിന് മരുന്നല്ല പനിയാണ് കേട്ടോ. ഈ ഒരു ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ തൊട്ടാണ് എൻ്റെ തലവേദനയ്ക്കൊരു ആശ കിട്ടി തുടങ്ങിയത്. എനിക്ക് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ പിന്നെ തലവേദനയ്ക്ക് നല്ല കുറവുണ്ട്. അങ്ങനെ തലവേദന വളരെ വല്ലപ്പോഴും അങ്ങനെ ഇവിടെ അങ്ങനെ ഒന്ന് വേദനിക്കത്തുള്ളൂ, അല്ലാതെ എനിക്കങ്ങനെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി ഒരു മരുന്നും കൂടെ എനിക്ക് ബാക്കിയുള്ളൂ. ഇഷ്ടപ്പെട്ടോ? ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. പോക്കറ്റ് ഉണ്ടമ്മ, ജഗതി പറയുന്ന പോലെ. അമ്മേ പാന്റ്, അമ്മേ പോക്കറ്റ്. ഓ നൈറ്റിക്കല്ലേ പോക്കറ്റ്? എവിടെ കാണിച്ചേ? എനിക്കങ്ങോട്ട്. ചേച്ചി രാവിലെ പാത്രം കഴുകുക. ദൈവമേ ഇന്ന് അമ്മയെ കണ്ണ് തുറപ്പിച്ച് കണി കാണിച്ചത് എന്റെ മുഖം. അതും ടോർച്ച് അടിച്ചില്ല സിനിമയിലെ കൂട്ടും. അമ്മേ നോക്ക് കണി. ഇന്നമ്മ അന്നെങ്ങാനും അമ്മയ്ക്ക് തുമ്മലും ജലദോഷമാണെങ്കിൽ അവളെ കണിയാണ്ടാന്ന് നന്നായിട്ട് പറയാം. അയ്യോ ഞാൻ പോകുമ്പോ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അതെ ഈ കാത് ഞാൻ കുത്തിയിട്ട് അത് ഉണക്ക് വെച്ചു. കഥ പറയാം. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണക്ക് വെച്ചു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അങ്ങ് പേടി മാറിയല്ലോ, പഴുക്കത്തില്ലല്ലോ. അങ്ങനെ എന്തോ വെപ്രാളത്തിൽ ചീവാൻ നേരത്ത് പണ്ടാറ് ഇതിൽ പിടിച്ചങ്ങ് ഉണക്കി. ഓ സൂപ്പറായിരുന്നു. ഒരു ഉണ്ട പോലെ ഇങ്ങനെ വരാൻ തുടങ്ങി, ഒരു ഉണ്ട പോലെ. അങ്ങനെ ഞാൻ മരുന്നു എന്തൊക്കെയോ കാര്യങ്ങളും ഒക്കെ ഇട്ടു. നേസൽ ഡ്രോപ്സ് ഒഴിച്ചു. നേസൽ ഡ്രോപ്സ് അല്ല, അപ്പൂന്റെ കണ്ണിന് അസുഖം വന്നപ്പം പാത്രം ഇട്ടല്ല ചിലക്കുവാ. അപ്പൂന്റെ കണ്ണിന് അസുഖം വന്നപ്പം ഡോക്ടർ കണ്ണിലൊഴിക്കാനൊരു മരുന്ന് കൊടുത്തായിരുന്നല്ലോ, അതൊഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ക്രീമും ഇട്ട് അങ്ങനെ ഉണങ്ങി കഴിഞ്ഞപ്പം എനിക്ക് പച്ചിട്ട് ഞാൻ ഉടനെ കമ്മല് മാറ്റിയിട്ട്, അതായത് അന്ന് നമ്മൾ വാങ്ങിച്ചില്ല ഒരു ബട്ടർഫ്ലൈയുടെ കമ്മല്, അതെടുത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങനെ 2 ദിവസം എനിക്ക് പൂർത്തിയായിരുന്നു. പിന്നെയും ഞാൻ നേസൽ ഡ്രോപ്സ് ഒഴിക്കാൻ തുടങ്ങി. ഇപ്പൊ എന്തായാലും ഉണക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇത് ഊരിയിട്ട് എന്റെ പഴയ കമ്മല് ഞാൻ എടുത്തിട്ടാ കൊള്ളാന്നുണ്ട്. പക്ഷെ പേടിയായോണ്ട് ഞാനതിന് മുതിരുന്നില്ല. കഷണ്ടിയായി തുടങ്ങി. കാപ്പി ഉണ്ടോ അവിടെ? ഉണ്ടോ? ഓ വീട്ടിൽ ദോശയായിരിക്കും. അമ്മ രാവിലെ എണീറ്റപ്പോ മൊത്തത്തിൽ മഞ്ഞമയമായിരുന്നു. എന്നെ കണ്ടിട്ട് നല്ല ഉടുപ്പെന്ന്. ഇപ്പൊ ഇറങ്ങിയിട്ട് പറയുക ഇത് വെള്ള ഉടുപ്പായിരുന്നു. പോടുന്ന് ഇത് വെള്ള. ചുമ്മാ നല്ല ഭംഗി എടുത്തെടുത്ത് പറഞ്ഞില്ലേ അല്ലയോ? മഞ്ഞാന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാ. അല്ല അപ്പുനെ ഞാൻ പോയി വിളിക്കും. ഇന്ന് വിളിച്ചോണ്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അമ്മയോടും ചേച്ചിയോടും ഇരുന്ന് കത്തിയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ചോറും അപ്പൂനുള്ള രസവും റെഡിയാക്കി കേട്ടോ. അമ്മയുടെ രസം കൂട്ടി അപ്പുക്കൂട്ടൻ ചോറുണ്ടോളും. അപ്പോൾ അത് രണ്ടും ചൂടായതുകൊണ്ട് എനിക്ക് കയ്യിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മ ദാ മാക്സിയിൽ പൊതിഞ്ഞുകൊണ്ട് കാറിൽ കൊണ്ട് വച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മ കാറിലോട്ട് കൊണ്ട് വച്ച് തന്നു കേട്ടോ. അച്ഛനും ഞാൻ 9 മണിക്ക് ഞങ്ങള് ഓട്ടെ. ടാറ്റാ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അമ്മ ദോശ ഉണ്ടാക്കുവാന്നോ? ഉണ്ടാക്കും. ഇല്ല ഞാൻ ഇത്ര സമയമാവത്തില്ലയോ. ഞാൻ രാവിലെ ചിയാ സീഡ്സാ കുടിക്കുന്നത്. ഇച്ചിരി കഴിഞ്ഞിട്ട് അവന് ദോശ ഇരിപ്പുണ്ട്. അപ്പൊ ടാറ്റാ. ചൂടണം വീട്ടിൽ ചെന്നിട്ട്. അങ്ങനെ ഞാൻ വേഗം വീട്ടിലോട്ട് ചെന്നു. കാരണം ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഷർട്ട് തേച്ച് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഞാൻ അപ്പുക്കുട്ടൻ്റെ യൂണിഫോം അങ്ങ് തേച്ച് കയ്യോടങ്ങിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഈ തേക്കുന്ന സമയത്തും ഈ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ഞാൻ അപ്പുക്കുട്ടനെ സ്കൂളിൽ വിടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അവസാനം പക്ഷേ ഇന്ന് അവനെ സ്കൂളിൽ വിട്ടില്ല. ഏട്ടൻ പറഞ്ഞു ഇന്ന് വിടണ്ടെന്ന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ചിലപ്പോൾ തംബ്നെയിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. എങ്കിലും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് പറയാം കേട്ടോ. അപ്പം നേരെ എന്നിട്ട് അവൻ്റെ ഷർട്ടൊക്കെ തേച്ച് താഴെ കൊണ്ട് വെച്ചിട്ട് അടുക്കളയിൽ കയറി
വാതിലും ജനലും എല്ലാം അങ്ങ് തുറന്നിട്ടേ. ഇപ്പോൾ രാവിലെ ഞാൻ ചിയാ സീഡ്സ് കുടിക്കാറുണ്ട്, കുറേശ്ശെ വെച്ചാണ് കുടിക്കാറുള്ളത്. അങ്ങനെ ഏട്ടന് ഇതാ ചൂടുവെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കപ്പിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ദോശമാവ് എടുത്തങ്ങ് പുറത്ത് വെക്കുകയാണ് കേട്ടോ, ദോശ ചൂടാന്ന് വിചാരിച്ച്. ഏട്ടനും അപ്പുക്കുട്ടനും വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നോൺ വെജ് ഒന്നുമില്ല, വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ദോശയും ചമ്മന്തിയൊക്കെ തന്നെയായിരിക്കും എല്ലാവരും കൂട്ടി കഴിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ദോശമാവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പുക്കുട്ടൻ ഈ ഉപ്പിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അവൻ ചില ദിവസം കറി കൂട്ടി കഴിക്കത്തില്ല, ഈ ദോശ മച്ചയ്ക്ക് പിച്ചി കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഉപ്പില്ലെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് ഇളക്കി. ഈ സംസാരിക്കുന്നത് ഏട്ടനോടാണേ. അങ്ങനെ ഞാൻ ദാ ദോശക്കല്ലെടുത്ത് അടുപ്പത്തോട്ട് വെച്ചു. നമ്മുടെ ദോശക്കല്ല് നമ്മൾ കൊല്ലത്തുനിന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഞാനിത് മിനുക്കി എടുത്തതാണ് കേട്ടോ. ദാ ഇപ്പോൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഏട്ടൻ പറയുന്നത് എങ്കിൽ പിന്നെ അപ്പുക്കുട്ടനെ വിടണ്ട, നാളെ വിട്ടാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ തീരുമാനമൊക്കെ മാറ്റി. അപ്പോൾ ഏട്ടൻ ദാ ഇറങ്ങാൻ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനവിടെ ക്യാമറ വച്ചിരുന്നത് സീച്ചേട്ടൻ കണ്ടില്ല. എനിക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദാ തിരിഞ്ഞങ്ങനെ തന്നെ അങ്ങ് പോവുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തുവാ, എന്തിനാ വന്ന് കരയുന്ന? എന്തോ മോനെ? മോഹനാണ്. ഇന്ന് പുറം നാളെ പുറം പറഞ്ഞിരിക്കുന്ന പൂച്ചയെ നോക്കി മോനെ വിളിക്കുന്നതിന് എന്ത്? എന്താ മോനെ? എന്റെ സൗണ്ട് കേട്ടാ പിന്നെ ആ ധൈര്യത്തിൽ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഇഞ്ചു വാ, കാര്യം പറ. വിശക്കാൻ സമയമായിട്ടില്ല, ഞാൻ ഇന്നലെ വയറ് നിറച്ച് ആഹാരം കൊടുത്തതാ. പക്ഷെ ഗർഭിണി ആയതുകൊണ്ട് വിശന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് കഴിച്ചില്ല കേട്ടോ. ഇവക്കാണെങ്കിൽ മീനില്ലാതെ ഇവള് ഫുഡ് കഴിക്കത്തില്ല. എപ്പോഴും മീൻ കഷ്ണം വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ അകത്ത് പെരകി കൊടുത്താലും ആ മീനിൻ്റെ കഷ്ണം മാത്രം കഴിച്ചിട്ട് പോകുന്ന സ്വഭാവം കേട്ടോ ഈ പൂച്ചയ്ക്ക്. അപ്പോൾ ഞാനിന്ന് വിശപ്പുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ദോശയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴത്തേന് ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇന്ന് മറന്നു വെച്ചത് ബെൽറ്റാണ്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മറന്നു വയ്ക്കും കേട്ടോ. പിന്നെ ബെൽറ്റൊക്കെ കെട്ടി ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഏട്ടൻ ദാ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പുക്കുട്ടനെ സ്കൂളിൽ വിടുന്നില്ല എന്ന് അടുക്കളയിൽ നിന്നപ്പോൾ നമ്മൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എനിക്കിനി വലിയ ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. 9 മണിയാകുമ്പോഴത്തേന് ഏട്ടൻ്റെ അച്ഛൻ വിളിക്കാൻ വേണ്ടിയിട്ട് വരും. അമ്പലത്തിൽ 9 മണിക്ക് പ്രസാദവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അപ്പുക്കുട്ടനെ എഴുന്നേൽപ്പിച്ചിട്ട് അവനെ ബ്രഷും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കണം. പിന്നെ അവനതങ്ങ് തന്നെത്താനെ ചെയ്തോളും. അപ്പുവിനെ സ്കൂളിൽ വിടാനാട്ടോ ആദ്യം വിചാരിച്ചത്. കാരണം അപ്പം സീച്ചേട്ടൻ പറഞ്ഞു ഇന്ന് അവനെ സ്കൂളിൽ വിടണ്ടായിരുന്നു. കാരണം ഇന്ന് നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്, അപ്പുക്കുട്ടന് സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവനെ ഇന്ന് സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അവനെ സ്കൂളിൽ വിടുന്നില്ല. അപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വെള്ളം വന്നോന്ന് ഞാൻ പോയി നോക്കട്ടെ. വെള്ളം വന്നെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും, അതല്ലെങ്കിൽ വെള്ളം വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെന്ന് പൈപ്പ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് വെള്ളമില്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഈ സമയത്ത് നല്ല ഫാസ്റ്റ് ആണ്. ചില സമയം വെളുപ്പിന് 5 മണിക്കൊക്കെ കേട്ടോ വെള്ളം വരാറുള്ളത്. ഓരോ സമയം ഓരോ ടൈമിലാണ് വരുന്നത്. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അകത്തോട്ട് കയറുകയാണ്. വെള്ളമില്ല അപ്പൂപ്പൻ. അപ്പം അതുകൊണ്ടാണ് നിന്നെ പെട്ടെന്ന് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ചുന്ദരൻ കുട്ടകനാക്കി. അപ്പൂപ്പൻ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോവുക, അമ്മൂമ്മ സിന്ധു അമ്മൂമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോവാ. ചുമ്മാ ട്യൂഷന് പിടിച്ചിരുത്തുവോ? ഓ സാരമില്ല, പഠിക്കാൻ വേണ്ടിയിട്ടല്ലയോ. പല്ലാട്ടണേ കേട്ടോ. അങ്ങനെ 9 മണി ആയപ്പോഴത്തേന് അച്ഛൻ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഇങ്ങ് കയറി പോന്നു. അമ്മയും ചേച്ചിയും കൂടെ ഹോമിയോ ഡോക്ടറെ കാണാൻ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് പോസ്റ്റായിരുന്നു. അച്ഛൻ പിന്നെ കതക് തുറന്ന് അകത്ത് കയറി. പിന്നെ ചേച്ചിയും അമ്മയും വന്നു കഴിഞ്ഞിട്ട് അപ്പുക്കുട്ടനെ അവരെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. അവിടെ ചെന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ദാ ഇതുപോലെ അവിലും പഴവും നിറച്ച് കെട്ടിക്കൊണ്ടിരുന്ന് അച്ഛൻ അവിടെ മാറി അമ്പലത്തിലിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനും അച്ഛനും കൂടെ എനിക്ക് കേട്ടോ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ അച്ഛൻ വണ്ടി തിരിക്കുന്നത് കേട്ടോ. ഞാൻ താണ്ടി തണലത്തോട്ട് വന്ന് നിന്ന് ഇനിയിപ്പോൾ വേഗം വീട്ടിൽ പോട്ടെ. 1 മണി കഴിയുന്നെന്ന് തോന്നുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. എത്ര മണിയായോ? അയ്യോ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേന് എൻ്റെ കിളി പറഞ്ഞു. ഞാൻ എന്താ ചോറെടുക്കുന്നു, തോരനെടുക്കുന്നു, തോയ്ക്കാൻ മെഴുക്കുരട്ടി. അമ്മ എന്തോ ഉണ്ടാക്കുന്നത്? ചമ്മന്തി ഉണ്ടാക്കുന്നത്. മീൻകറി ഉണ്ട്, തോരിക്കുന്നു. അവിടെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം പെട്ടെന്ന് വിളമ്പത്തെ കാണിക്കാൻ എനിക്ക് വയ്യ.
ഞാനുണ്ടല്ലോ മീനൊഴിച്ച് ബാക്കി എല്ലാ കറികളും എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് വേണ്ടിയാണ് ആ കോവയ്ക്ക 4 എണ്ണം ഇടുന്നത്, മെഴുക്കുവരട്ടി വെച്ചത്. പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. ഇപ്പം 4 സാരമില്ല, ചോറിലിട്ട് മെഴുകി ഇങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ സീച്ചേട്ടൻ വിളിച്ചു കേട്ടോ. അപ്പോൾ സീച്ചേട്ടൻ അവിടുന്ന് ഇറങ്ങി എന്ന് പറയാനാണ്. അപ്പം ഇനി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ എന്തായാലും എടുക്കും. 1 മണിക്കൂർ കൂടുതൽ എടുക്കുമെങ്കിലേ ഉള്ളൂ, കാരണം ഇപ്പോഴത്തെ ട്രാഫിക്കും മാത്രമല്ല റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാൻ എന്താ പതുക്കെ ആസ്വദിച്ചിരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ചിയ സീഡ്സ് മാത്രം കുടിച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉച്ചയായപ്പോഴത്തേനും എനിക്ക് വിശന്ന് കണ്ണം തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേന് സീച്ചേട്ടൻ വന്നു. അങ്ങനെ സീച്ചേട്ടനും ആഹാരം കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു കാർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ വീട്ടുകാർക്ക് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ കയ്യിൽ ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടു. ആ സാധനം ചേച്ചിയുടെ ഇടയ്ക്ക് നിൽക്കുമായതുകൊണ്ട് തന്നെ കേട്ടോ. ചേച്ചി ഇത് വായിക്കത്തില്ലെന്ന് 100% ഉറപ്പായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന ചേച്ചിമാർക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആരാ കാർ എടുക്കാൻ പോകുന്നതെന്ന് ചേച്ചിയോട് അങ്ങ് ചോദിച്ചു. ചേച്ചി കാറോ? ആരെടുക്കുന്നു? കാർ എടുക്കുന്നോ? അങ്ങനെ വീട്ടിലെല്ലാവരും അറിഞ്ഞു കേട്ടോ. ഞാൻ അവസാനം പറഞ്ഞു, അമ്മേ ഇനിയിപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, സീച്ചേട്ടന് സർപ്രൈസ് ആവട്ടെ, അറിഞ്ഞ ഭാവം ഒന്ന് അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഭയങ്കര വെയിൽ, ഇന്ന് ഒരുപാട് വെയിലും ഉണ്ട്. ഓക്കെ, അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഒന്നുകൂടെ കുളിച്ച് ഒരുങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പൊ കൂട്ടാ ഇതെന്തൊരു പാപ്പുകൂട്ടാ, മുടിയും കുളവാക്കി. വെട്ടമില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. സീച്ചാട്ടാണെങ്കിൽ ലഡ്ഡു വാങ്ങാൻ മറന്നുപോയി. സുപ്രീമിൽ നിന്ന് വാങ്ങാൻ ഇരുന്നതാണ്, പക്ഷെ മറന്നുപോയി. അപ്പോൾ എന്നെ ഇവിടെ ഇറക്കി. അപ്പുക്കുട്ടൻ ബാക്കി കിടന്നങ്ങ് ഉറങ്ങിയും പോയി. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ഇവിടെ വന്ന് പോസ്റ്റ് ഉണ്ട്. അല്ല ഇവിടെ നല്ല എടുക്കുന്നത് ഇത് ഒട്ടിച്ചേക്കണോ? ഏതാ ഫാസ്റ്റ് ഒട്ടിക്കണം? വണ്ടിക്കല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തരും കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ചിരിച്ച് കേട്ടോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓവർ എക്സൈറ്റഡ് ആയിട്ട് എൻ്റെ മനസ്സങ്ങ് ഇങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഉപ്പിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്ക് കാറിൻ്റെ അടുത്തോട്ട് പോകാമെന്ന്. അതിന് മുമ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞ് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേന് അപ്പുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അമ്മേ കേക്കെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അതിൽ 2 കഷ്ണം അവന് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ 2 കഷ്ണം അത് കഴിച്ചു കേട്ടോ. കാർ എടുക്കുന്നതിലും അപ്പുക്കുട്ടൻ ഹാപ്പി ഈ ഒരു എന്താ പറയുക കേക്ക് കിട്ടിയതിലായിരുന്നു കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കാർ ഇതാണ്. കീ വാങ്ങാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. എനിക്ക് എന്തൊക്കെ ഇമോഷനാണ് ഉള്ളിൽ അപ്പോൾ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ സീച്ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കീ വാങ്ങിച്ചിട്ടും എൻ്റെ കണ്ണ് പോകുന്നത് സീച്ചേട്ടനോട്ട് തന്നെയാണ്. സ്നേഹത്തിനപ്പുറം എന്തോ എനിക്കറിയത്തില്ല. അത്രയും അങ്ങനെ നമ്മൾ കാറ് ഒക്കെ ഇറക്കി. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇടാം കേട്ടോ. അത് നമ്മുടെ ക്യാമറാമാനായിരുന്നു, ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ചേട്ടനായിരുന്നു. അങ്ങനെ ഇന്ന് തന്നെ അപ്പുക്കുട്ടൻ്റെ ഒരു സൈക്കിൾ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവന് സൈക്കിൾ വേണ്ടാന്ന് പറഞ്ഞ് നിന്ന് കേട്ടോ. അവനൊരു ചോക്ലേറ്റ് മതി, അവന് സൈക്കിൾ വേണ്ട, അവൻ്റെ പഴയ സൈക്കിൾ തന്നെ മതി എന്നവൻ പറഞ്ഞു. അതുകൊണ്ട് അവന് സൈക്കിൾ എടുത്തില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷേ അവനത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവനെ ബാക്ക് സീറ്റിൽ കയറ്റിയിട്ട് നമ്മൾ വന്ന വണ്ടി സേഫായിട്ട് മാറ്റിയിട്ടിട്ട് നമ്മൾ നമ്മുടെ പുതിയ വണ്ടിയിൽ കയറി. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട് ഇവിടെ. അങ്ങനെ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയത് എനിക്ക് അറിയത്തില്ല. എനിക്കൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ട് തന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കിതും അപ്പുക്കുട്ടന് കുഞ്ഞുതും കേട്ടോ വാങ്ങിച്ചത്. അവൻ്റെ മുഖം കൊട്ട പോലെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു ലവിൻ്റെ ചിഹ്നമില്ലേ, അത് അവന് വേണം, അത്രയേ ഉള്ളൂ. അപ്പൊ സീച്ചേട്ടന്റെ വക എനിക്ക്. അപ്പുക്കുട്ടൻ എന്തുവാ ഇതിന്റെ ഐ ലവ് യു നിനക്ക് തന്നേക്കാടാ.
സർപ്രൈസ് 2-3 ദിവസം ഉണ്ട്. ഞങ്ങള് വിചാരിച്ചല്ലേ എനിക്കെല്ലാം വാങ്ങിച്ചു തരാനോ ഇതുകൊണ്ട് വരാനോ നീ അറിഞ്ഞ അയ്യേ വൃത്തിയിട്ടോളെ എടി വൃത്തിയിട്ടോളെ എന്റെ കയ്യോടെ 2 നേരം മുമ്പ് പൊക്കിയതാ. എന്നിട്ട് സെന്റി അടിക്കുന്നു. അച്ഛാ ഇതിന്റെ പാർട്ടി ഇങ്ങോട്ട് നടത്തണം കേട്ടല്ലേ. ഈ രഹസ്യമായിട്ട് വെച്ചാല് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി കൊള്ളാം. അജന്ത അവിടെ താക്കോലും പൂജിച്ച് വണ്ടി പൂജാരി വന്ന് വെളിയൊന്ന് പൂജിച്ചു മാല കെട്ടി വരും. അത് രസീത് ഇടണമെന്നുണ്ട്. എന്നിട്ട് അവിടെ പൂജ കഴിഞ്ഞു. വേറെ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ള സാധനങ്ങള് അങ്ങനെ 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 ഐസ്ക്രീം. ഓക്കെ ബൈ. അമ്മ പറഞ്ഞ പോലെ വാഹനപൂജയ്ക്ക് എഴുതാൻ വേണ്ടി നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ വണ്ടി ഇങ്ങ് അകത്തോട്ട് കയറ്റിയിടാൻ പറഞ്ഞു കേട്ടോ. അതായത് ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് കയറ്റിയിടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വണ്ടി ഇങ്ങ് കയറ്റിയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ കീ കൊണ്ടുവന്ന് അകത്ത് തിരുമേനിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ തിരുമേനി വന്നിട്ട് പൂജിച്ച് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി ഇത് ഏത് അമ്പലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഇപ്പോഴാണ് ഈ ഇൻ്റർലോക്കും കാര്യങ്ങളും ഒക്കെ ഇട്ടത്. പിന്നെ തൊട്ട് മതിലിന് പുറത്ത് ഇതുപോലെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ഇതടി കരയുന്ന കണ്ണി പൊടിക്കടാ. തിരുമേനി വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തിരുമേനി ഇറങ്ങി വന്നു. എന്നിട്ട് നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ പൂജിച്ചു. എനിക്ക് കാര്യമായിട്ട് എന്താണെന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തായാലും നമ്മളും പ്രാർത്ഥിച്ചു. അപ്പോൾ പൂജിച്ച് വാങ്ങിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഹോൺ അടിച്ചിട്ട് ബാക്കിലോട്ട് എടുത്താൽ മതിയെന്ന്. അതാട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി മുന്നോട്ടൊന്ന് എടുത്തു. എന്നിട്ട് ഹോൺ അടിച്ചിട്ട് റിവേഴ്സ് എടുത്തിങ്ങ് പോരുന്നു. പോയിട്ട് വരാം. ഈ ഒരു കുട്ടിയും വേറൊരു കുട്ടിയും കൂടെ തുടക്കം തൊട്ടേ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് തവണ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷേ കയറിയില്ല. പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ട് പിന്നെ തിരിച്ച് സീച്ചേട്ടൻ്റെ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ അവിടെ ഇതുപോലെ മുട്ടക്കറിയും ഉള്ളിക്കറിയൊക്കെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതിരുന്ന് കഴിക്കാൻ വേണ്ടിയിരുന്നു. ചൂടുവെള്ളമായിരുന്നു കേട്ടോ ഇരുന്നത്. എനിക്ക് ചൂടുവെള്ളം കുടിക്കുന്ന അത്ര താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഇതുപോലെ ആറിയിട്ട് തണുത്തിരിക്കുന്ന വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ചെന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് പൊട്ടിച്ച് നോക്കാം. ചെന്നപാടെ അപ്പുക്കുട്ട മുട്ടായി പൊട്ടിച്ചിട്ടു. അപ്പം നമുക്ക് ഇന്ന് ഇടയ്ക്കാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നാളെ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇടയ്ക്കാട്ടിലോട്ട്. പക്ഷേ അതും സർപ്രൈസൊക്കെ പൊളിഞ്ഞു. അപ്പുക്കുട്ടനാണെങ്കിൽ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേനും വിളിച്ചങ്ങ് കൂവി കേട്ടോ. അങ്ങനെ എല്ലായിടത്തെയും സർപ്രൈസൊക്കെ പൊളിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതില് എന്താന്ന് നമുക്ക് നോക്കാം. ഓ ശരി ആശാനെ അൺബോക്സ് ചെയ്തോ. മുന്നീന്ന് മാറിക്കോ ഇച്ചിരി. ഇങ്ങോട്ട് വാ. ഈ സൈഡിലോട്ട് ഇരുന്നു അൺബോക്സ് ചെയ്തോ. പതുക്കെ പതുക്കെ തുറന്നോ. മുന്നീന്ന് മാറാ. കീ പിന്നെ ഒരു പാസ്പോർട്ടൊക്കെ വെക്കുന്നതാന്ന് തോന്നുന്നു. ഡോക്കറ്റ് ആണോ എന്ന് വെച്ചാൽ എന്തോ എല്ലാം വെക്കുന്ന സാധനമാണ്. RC ബുക്ക് എല്ലാം വെക്കാം. കാറ് തുടയ്ക്കാനുള്ളതായിരിക്കും. പക്ഷെ ഇത് ഞാൻ മുക്കും. അപ്പൊ അതുപോലെ നമുക്കൊന്ന് വച്ചേക്കാം. ഇപ്പൊ എടുക്കണ്ട. അതൊക്കെ അച്ഛൻ എന്താന്ന് വെച്ചാൽ ചെയ്യണ്ട. അപ്പം നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെയും ബാഗിൻ്റെയും ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇത് ഒരു ലാപ്ടോപ്പ് വരെ ഇരിക്കും. യഥാർത്ഥത്തിൽ ഇത് ലാപ്ടോപ്പിൻ്റെ പോലത്തെ ബാഗാണ്. ഇവിടെ
ഇവിടെയും വരുന്നുണ്ട്. പിന്നെ അകത്ത് കുറച്ച് സിബും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമുക്ക് സീറ്റ് കവറൊക്കെ കീറിയിട്ട് വീട്ടിലോട്ട് പോവാം. ഇത് നമ്മൾ കാർ എടുത്തിട്ട് 2ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ ഈ കാറിൻ്റെ ആ ഒരു കവറൊക്കെ ഇല്ലേ, പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കവറുകളെല്ലാം അങ്ങ് ഇളക്കി മാറ്റുകയാണ്. കാരണം ഇല്ലെങ്കിൽ വെയിലത്ത് കിടക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്മെല്ല് വരും. അത് ശ്വസിച്ച് കഴിഞ്ഞാൽ തലവേദനയും കാര്യങ്ങളും ഒക്കെ എടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചിറക്കുകയാണ്. ഇതൊരു ചടങ്ങാണ് ഇപ്പോൾ വണ്ടി തിരിക്കുന്നത്. കാരണം ഇത്തിരി സൈസ് കൂടുതലുണ്ട് കാറിന്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ തിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലെ ക്യാമറ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും പുതിയ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടി. അപ്പോൾ അതാ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റൊക്കെ അങ്ങ് പൂട്ടുകയാണ്. നമ്മൾ ഇടയ്ക്കാട്ടിൽ പോവുകയാണല്ലോ, അതുകൊണ്ട് ഇനി വരാൻ രാത്രിയാവും. ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു വരും. കാരണം നാളെ അപ്പുക്കുട്ടന് സ്കൂളിൽ പോകണം, ഏട്ടന് ജോലിക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഇങ്ങ് തിരിച്ചു വരും. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് അപ്പുക്കുട്ടനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചോണ്ടാണ് പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ എത്ര മണിയായി? 5:45. 5:45 ഇടയ്ക്കാട്ടിലോട്ട് ഇറങ്ങി. ഇനി പോകുന്ന വഴി അപ്പൂരെയും കൂടെ വിളിക്കാം. പഠിച്ചു കാണുമോ? ആർക്കാടാ ഒരു ലഡു വേണ്ട? ലഡു എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് ഉണ്ടായിരുന്നു? ആണോ? ഗായ്സ്, ഇവർക്ക് ലഡു കൊടുത്തത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ കൊണ്ടുവന്ന്, പക്ഷെ മറന്നുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയി. എല്ലാരും വരുമ്പോ കൊടുക്കണേ. ഓക്കെ, നമുക്ക് പരിഗണിക്കാം. അണ്ണനോട് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. മാമിയോട് പറഞ്ഞാലേ വല്ലതും നടക്കത്തുള്ളൂ. അവരെക്കാട്ടി മടിച്ചായ അമ്മ എന്നെയല്ല ഈ മടിച്ചിന്ന് വിളിക്കുന്നത് കേട്ടോ. ശ്രൂച്ചേച്ചിക്കുള്ള മടിച്ചി വിളിയാണത്. അപ്പം ഞാൻ ദാ അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇടയ്ക്കാട്ടിൽ പോയി അച്ഛനും അമ്മയും വണ്ടി കാണിച്ചിട്ട് വരാമെന്ന്. അപ്പം അമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നാസറിൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ്റെ കാശ് ഇവിടെ വെച്ചിട്ട് പൊടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ തോളിലും കിടക്കുകയാണ് കേട്ടോ. ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് വരാം. ടാറ്റാ. ഓക്കെ മുത്തേ, വീട്ടിൽ പോയിട്ട് വരാം. അപ്പുക്കുത്ത, നമ്മളെവിടെ പോവാ? നമ്മളെവിടെ പോവാ? നമ്മളെവിടെയാ പോകുന്നേ? രാജി. അങ്ങനെ നമ്മൾ 7:15 നമ്മൾ ഇടയ്ക്കാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ പുറത്ത്. അൽപ്പിശിക്കനല്ല അച്ഛൻ കറണ്ട് ബില്ല് കൂടുന്നു കാണുന്ന അച്ഛനെ കൊല്ലും. ഓക്കെ, അത് കറണ്ട് ഇല്ലേ? ആ ഉണ്ട്, കറണ്ട് ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും ഇങ്ങനെ അടുക്കള സൈഡിന്റെ ബാക്കിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അല്ലല്ല, ഫ്രണ്ടിൽ ലൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോ ഉള്ള ആ ഒരു എക്സ്പ്രഷൻ, ഇരുട്ടായോണ്ട് അത്ര കാണാനും ഒക്കത്തില്ല അല്ലേ? ഓക്കെ, ഫോൺ അടിക്കാം. ഏതമ്മ എവിടെ ഇല്ലേ? അമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ? ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലേ തിരക്കായിരിക്കുന്നു. ഇല്ല, ഇവിടെ ഇല്ല. ഇല്ലെങ്കി ഇപ്പൊ ഇറങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. വരുന്നു ഗൈസ്, വരുന്നു. വരുന്നില്ല എന്നോ? അച്ഛനെന്തി? ഏതമ്പലത്തിൽ പോയച്ചാ? ഹലോ കൊച്ചനിയ പിള്ളൈ, കൊച്ചനിയ പിള്ളൈ, എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചനിയ പിള്ളൈ, ഒളിഞ്ഞു നോക്കണ്ട, തുറന്നു തരാം.
ഞാൻ 7 അവൻ പറഞ്ഞ 7 സീറ്റാണ്. പിന്നെ 7 സീറ്റ്. തുറക്ക്, ഡോറ് തുറക്ക്. പിന്നെ എത്ര സീറ്റാ? കേറി ഇരിച്ചാ. അത് ഡിക്കിയാ, നല്ല സ്ഥലമുണ്ട്. അപ്പൊ ഡിക്കിയിൽ ആൾക്കാരൊക്കെ സിംഗിൾ സീറ്റ് കൊടുപ്പിക്കാം അവിടെ ഇവിടെ. പിന്നെ എന്തിന് ഇരിക്കുകയും ചെയ്യാം. ഇവിടെ ഇരിക്കാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുവല്ല അവള്. അതാ അച്ഛാ ഫ്രണ്ടിലൊന്ന് കേറിയേ. പിന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അടച്ച് ഓ അതി പിടിച്ചു കയറ് ഫ്രണ്ടില്. അതുകൊണ്ട് ആ പിടിയുണ്ട്, മുകളില് പിടിയുണ്ട് അച്ഛാ. അതോ അവിടെ അല്ല. ആ അച്ഛാ ഇവിടെ ചവിട്ടണം, ഇവിടെ ചവിട്ടണം, ചവിട്ടി കയറണം. അവനോട് ചോദിക്കുവാടി, അവനെ എന്തെല്ലാം അറിയാവുന്നറിയാം. ഇത് ഇന്നലെ മേടിച്ചതാ. ആണോ? ഇത് ഇന്നലെ മേടിച്ചത്. അപ്പൊ ഇതിനകത്ത് റൂട്ടർ മാപ്പൊക്കെ ഉണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. ഉണ്ടോ? എന്തോ ഇല്ലാത്ത? ഒന്നുമില്ല. ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലയോ? ഇല്ല. എല്ലാം ഉണ്ടോ? ആഹാ. അപ്പൊ ഇത് ആരുടെ വണ്ടിയാ? അച്ഛന്റെ അമ്മയുടെ ഉണ്ട്. പിന്നെ അപ്പൂപ്പന്റെ ആരുടെ ഏതാ? അപ്പൂപ്പന്റെ അങ്ങനെയാണ്. ഭയങ്കര. ഇതും അപ്പൂപ്പന്റെ? അപ്പൂപ്പനല്ലേ ഗ്യാസ് കൊടുത്ത? അപ്പൂപ്പനല്ലേ പൈസ കൊടുത്ത അമ്മയല്ലേ? ചേടാ ഭയങ്കര, നീ ഒരു ഭയങ്കരനാന്നല്ലേ. അപ്പൂപ്പൻ ആ ബാക്കിയിരുന്നു. ബാക്കിലോ? ബാക്കിലൊന്നും ഇരിക്കുന്ന അപ്പൂപ്പന് മുമ്പിൽ ഇരുന്നാലെന്താ? പക്ഷെ ആ കറുത്ത സാരത്തിൽ ചവിട്ടി ഇറങ്ങ്, ഇല്ലെങ്കിൽ കാല് വേനിക്കും. പിടിക്കുകയും ചെയ്യാം. അപ്പു നിനക്ക് പാപ്പം വേണമെങ്കിൽ തിന്ന്, നമ്മള് തിരിച്ചിറങ്ങുവാ. പോവാ തിരിച്ച്, നാളെ സ്കൂളുണ്ട്. അതി ചവിട്ട് കറപ്പില്. ആ ചുമ്മാ അച്ഛൻ കഴിഞ്ഞ വട്ടം ദേഷ്യപ്പെട്ട് അങ്ങനെ കാണിച്ചവര് കല്യാണിയുടെ അച്ഛൻ ടോക്സിക്കാന്ന്. അതെ ടോക്സിക്കാണ്. ഈ ടോക്സിക് അച്ഛനോടാണ് ഞാൻ ജീവിച്ചത്. എന്റെ കഴിവുകളാ. വണ്ടി എടുക്കണ്ട. അച്ഛനെന്താ കണ്ടു തീർന്നില്ലേ? ഇങ്ങനെ നിക്കുവാന്നല്ലേ? ഇരുട്ടായി പോയോ? ഇത് ഇത്ര കണ്ടിട്ടും അച്ഛന് മതിയാവുന്നില്ല കേട്ടോ. ദാറ്റ് പൊങ്ങി അച്ഛൻ. നിനക്കാവുമ്പോ പൊക്കേണ്ടി വരുമെന്ന് തോന്നില്ലേ? ഇവിടെ കാണാൻ പറ്റുമോ? ഇത് അവിടം വരെ പോരാ, ഇവിടെ ഇവിടെ ഉണ്ടെന്ന് നോക്കിക്കണം. മോനെ അത് പോവാൻ നേരത്തെ എടുക്കാം. വണ്ടിയുടെ ഫ്രണ്ടില് ആന്റിന വെക്കണമെന്ന് മുകളിലോട്ട്. ഫ്രണ്ടില് എന്റെ പൊട്ട്. അങ്ങനെ വണ്ടിയെല്ലാം രണ്ടുപേരും കണ്ടു കഴിഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് അപ്പുക്കുട്ടന് ദോശയും മീൻകറിയും കൂടെ കൊടുക്കുക കേട്ടോ. എന്നെ കഴിക്കാൻ കുറേ നേരം വിളിച്ചു, ഞാൻ ചെന്നില്ല. അവസാനം അപ്പുക്കുട്ടൻ്റെ ഒരു കുറച്ച് ദോശയും മീൻകറിയും വായി വെച്ചതാണ് വായിക്ക് രുചി പിടിച്ച്. പിന്നെ ഞാനിരുന്ന് 2 ദോശ ഇരുന്നങ്ങ് കഴിച്ചു കേട്ടോ. ഏട്ടനും ദോശയും മീൻകറിയും തന്നെയാണ് കഴിക്കുന്നത്. എൻ്റെ പൊട്ട് പോയി. അതിൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് അമ്മയുടെ പൊട്ടെടുത്ത് വെച്ച്. വേണ്ട, എനിക്ക് വേണ്ട. അച്ഛനാണെങ്കിൽ ഇവിടെ റബ്ബർ ഷീറ്റ് ഉണക്കാനിടാനുള്ള ആ ഒരു അയയാട്ടോ ഇവിടെ എല്ലാം കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അത് പൊക്കി കൊടുത്തു. അപ്പോഴത്തേന് ഏട്ടൻ പെട്ടെന്ന് വണ്ടിയെല്ലാം അങ്ങ് തിരിച്ചു. അപ്പം നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോഴത്തേന് 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ലേറ്റായി. ഇനി നാളെ അപ്പുക്കുട്ടന് സ്കൂളിലും ഏട്ടന് ജോലിക്കും ഒക്കെ പോകണം. വണ്ടി കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വരെ വന്നത്. ടാറ്റാ അമ്മ, നാളെ വരാം. അച്ഛാ ടാറ്റാ. അമ്മോട് ചേട്ട കഴിഞ്ഞ വട്ടം പറഞ്ഞു അച്ഛൻ ടോക്സിക് അച്ഛനാണ്. അങ്ങ് ഭയങ്കര ദേഷ്യം ഇതൊക്കെ. മനുഷ്യ വയസ്സായില്ലേ, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി. ടാറ്റ. ഐ ലവ് യു ടാറ്റ. ഇപ്പൊ കേറി
ടാറ്റാ ഉമ്മ. ഓ സാരമില്ല മോനെ.